അപ്പോ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് അസിസ്റ്റന്റ് പിടി. എന്താണ് ഇപ്പോൾ അല്ലേ? ഈ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് വില്ലേജാരാണ്. കാരണം ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ്. നമുക്കുണ്ടതിന് കുറച്ച് സ്ഥലം ഉണ്ട്, ശരിയാക്കാണ്ട്. ഇങ്ങനെ ശരിയാക്കാനുള്ള രേഖകൾ പ്രകാരവും അതിനു വേണ്ട ക്യാഷും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിനെന്താ ഫൈനോ ഒക്കെ തയ്യാറാണ്. പക്ഷെ ഇവരെന്തേറ്റും ഈ സംതിങ് അങ്ങോട്ട് ചെല്ലാതെ അവർ ചെയ്യൂല. നമുക്ക് ഇപ്പോഴത്തെ പുതിയ ഈ സർവേ നടന്നല്ലോ, ഒന്നായിട്ട് ഭൂമിയൊക്കെ അവിടെ കമ്പ്യൂട്ടറിൽ കയറ്റപ്പോൾ നമുക്കുണ്ട് ഇതേപോലെ തന്നെ ഒരു 5-8 സെൻറ്റ് സ്ഥലം ക്ലിയറല്ല. ക്ലിയറാക്കാൻ കുറച്ച് താമസം എടുക്കും. ആയിക്കോട്ടെ, നമ്മൾ റെഡിയാണ്. ഇതിന് ഇതിലേക്ക് തരില്ല, ആളില്ല, മറ്റൊരില്ല, അവിടെ ആളില്ല, ഇതില്ല, കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇപ്പം. അപ്പം ഞാൻ ഇതുമാതിരി ബന്ധപ്പെട്ടാണ് സംസാരിച്ചത്. എന്താ ഇപ്പം ചെയ്യാണ് അപ്പോൾ ഒത്തിരി സംതിങ് കൊടുക്കണം എന്നാണ്. അപ്പോൾ കുറച്ചൊന്നും പോരാ. അപ്പോൾ അവിടെ നിന്ന് പറയാണ്, എന്താ ഇപ്പം കൊടുക്കണേന്? സെൻറ്റിന് 1 ലക്ഷം വില അല്ലേ? 7 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ 7 ലക്ഷത്തെ വില അല്ലേ? ഇതിന് 1 ലക്ഷം എന്താ കൊടുത്തൂടെ? ഇതൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞ വർത്തമാനങ്ങൾ. അതായത് ബന്ധപ്പെട്ട ആൾക്കാരാട്ടോ, ബന്ധപ്പെട്ട ആൾക്കാർ ഇഷ്ടം പോലെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ വയലുകൾ വേയിപ്പിക്കുക, തരാതെ വെക്കുക. വണ്ടൂര് പട്ടയത്തിലെ തെറ്റു തിരുത്താൻ കൈക്കൂലി വാങ്ങിയ വില്ലേജ് അസിസ്റ്റന്റ് പിടിയിൽ. തിരുവാലി വില്ലേജ് അസിസ്റ്റന്റ് തൃക്കാലങ്ങോട് ആമയൂർ സ്വദേശി പന്തപ്പാടൻ രാമത്തുള്ളയാണ് പിടിയത്. പിടിച്ചിട്ട് എന്താ പറയുക പറയാം, നമ്മൾ മുമ്പിട്ട് നിർത്തിയിട്ട് മുട്ടുകാലം കയറ്റി കൂടി. അതിൻ്റെ ദിവസം നോക്കണ്ട. പട്ടയത്തിലെ തെറ്റ് തിരുത്തി നൽകാമെന്ന് പറഞ്ഞ് 7 ലക്ഷം രൂപയാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. എങ്ങനെയുണ്ട്? അതിനൊക്കെ ആവശ്യം അതാ പറഞ്ഞത്. 7 ലക്ഷം ആവശ്യപ്പെട്ടത്. ഇതിൽ 50,000 രൂപ വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് പിടികൂടിയത്. എന്താ പണി വേറെ മാർഗമല്ല. കിഴിശ്ശേരി കുഴിമണ്ണ സ്വദേശിയുടെ തിരുവാലി വില്ലേജ് ഓഫീസ് പരിധിയിലുള്ള 1.34 ഏക്കർ 60 സെൻറ്റ് ഭൂമിക്ക് പട്ടയമുണ്ട്. ബാക്കിയുള്ള ഭൂമി വർഷങ്ങളായി കൈവശം വെച്ച് നികുതി അടച്ചു വരികയാണ്. ഇതൊക്കെ തന്നെ ഇപ്പം നമുക്കുള്ള പ്രശ്നം. നമ്മൾ തന്നെയൊക്കെ ഉള്ളത്. പക്ഷേ രേഖ വെച്ച് പേവുണ്ട്. ഈ സ്ഥലത്തിന് പട്ടയം ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് 7 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. അപ്പം എന്താണ് ഇവിടെ സ്ഥലം 1 ഏക്കറോളുണ്ട്. ഇവർ വിലക്കെട്ടാണ്, അനുസരിച്ചാണ് വാങ്ങണത് കൈക്കൂലി. ഇപ്പോൾ 7 സെൻറ്റിലൊക്കെ 1 ലക്ഷം റുപ്യ ലെവലിലൊക്കെ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചൊക്കെ കൂട്ടി കുറച്ചൊക്കെ വാങ്ങണത്. ഇവർ വാങ്ങാം, ഇവരെ കണക്കൂട്ടാണ്. ഈ സ്ഥലത്തിലെ പട്ടയം ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് 7 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. അതിൽ 2 ലക്ഷം രൂപ മുൻകൂറായും ആവശ്യപ്പെട്ടു. ഇതോടെ സ്ഥലമുടമ വിജിലൻസിനെ സമീപിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം 50,000 രൂപ കൊടുക്കാമെന്നോടെയാണ് അബ്ദുള്ള പിടിയിലായത്. അതന്നെ വേണ്ടേ, പൊളിഞ്ഞു വിട്ടാട്ടി. ഭയങ്കര കൈക്കൂലിയാണ് ഈ വില്ലേജ് ഓഫീസർ നടക്കുന്നത്. ഭയങ്കരം. ചെറിയ കേസിന് ഇവരുണ്ടാവും. അതിനല്ല ഒരു ഭൂമിക്കാണെങ്കിൽ 150 രേഖകൾ ഉണ്ടാക്കണം. അതുകൊണ്ട് എവിടെയെങ്കിലും ചെറിയ രേഖകൾ പറ്റും. ആരെന്നാ പറ്റുക? അവരിൽ തന്നെ പറ്റുക, നമ്മൾക്കൊന്നുമല്ല. അവരുടെ സ്ഥലത്തിൻ്റെ ആൾക്കാർ അവർ എട്ടുകുത്തിലോ അവർ കോളം മാറിയതേ സർവേ നമ്പർ വായിച്ച് ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എടി വീട് നമ്മളിങ്ങനെ നടക്കുക. ഒരു ലാസ്റ്റ് നമുക്ക് ഇല്ലാതാകാൻ നമ്മളങ്ങനെ കൈവശം വെച്ച് അങ്ങനെ കൊണ്ടെടുക്കുക. കൈവശം തരും, മറ്റൊന്നും തരൂല. നികുതി നമ്മൾ അടച്ചിങ്ങനെ പോവുക. എന്നിട്ട് വീടുകൾക്ക് ലക്ഷങ്ങൾ കിട്ടണം. പ്രശ്നം പോരാ. അത് തന്നെ വിളി നല്ല പിടിച്ചതൊക്കെ തന്നെ. വില്ലേജ് ഓഫീസർ കണ്ടന്മാർ ഇതൊന്നുമല്ല. കണ്ടന്മാർ വില്ലേജ് ഓഫീസർ